Hi students, Apple Bee Academy video class എല്ലാവർക്കും സ്വാഗതം. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ ജൂൺ 2024 ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ്. സോ ജൂൺ 2024 ൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. സോ നമ്മൾ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അത് ഐഡൻറ്റിഫൈ ചെയ്യൂ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് നമുക്ക് ആ പാറ്റേൺ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് ടൈം വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ലഭിക്കുമെന്നുള്ളതാണ്. സോ എനിവേ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. സോ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. സോ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താ ആക്ച്വലി ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഗെറ്റിംഗ് ഡിസ്പേഴ്സ്ഡ് ഓർ സ്പ്രെഡ്. അതായത് ആ വാല്യൂസ് എത്ര സ്പ്രെഡായാണ് അല്ലെങ്കിൽ അത് എത്ര ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ത്രൂ നമ്മൾ അറിയാനായിട്ട് സാധിക്കുന്നത്. വിച്ച് ഇസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ന്യൂമറിക്കൽ ഡേറ്റ ഇസ് ലൈക്ലി ടു വേരി അബൌട്ട് ആൻ ആവറേജ് വാല്യൂ. ഇപ്പോൾ ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് അല്ലെങ്കിൽ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂസുകൾ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ഡിസ്പേർഷൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ആ ഡിസ്പേർഷൻ്റെ മെഷേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. മേ ബി നെക്സ്റ്റ് ടൈം അബ്സല്യൂട്ട് മെഷേഴ്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം, അതല്ലെങ്കിൽ റിലേറ്റീവ് മെഷേഴ്സ് മാത്രമായിട്ടും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. സോ അത് രണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വയ്ക്കണം. സോ എന്താണ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡേറ്റ? അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടെയ്ൻസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് ഒറിജിനൽ ഡേറ്റ സെറ്റ്. ആ ഡേറ്റ സെറ്റിൻ്റെ വാല്യൂ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന അബ്സല്യൂട്ട് മെഷേഴ്സിൻ്റെ ഡിസ്പേർഷൻ യൂണിറ്റ്സുകൾക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലൈക്ക് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൽ ഡീവിയേഷൻ, ഇവരെല്ലാം എന്താണ്? അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ടൈപ്സ് ഓഫ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇൻക്ലൂഡ്സ് റേഞ്ച്. റേഞ്ച് എന്ന് പറയുമ്പം നമ്മൾ സിംപ്ലി എന്താ ചെയ്യുന്നത്? മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ആ ഡേറ്റ സെറ്റിലെ മാക്സിമം മിനിമം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1, 3, 5, 6, 7 ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ? 7. ലോവസ്റ്റ് വാല്യൂ ഏതാ? 1. സോ 7 - 1 6 ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇതുപോലെ തന്നെ നമുക്ക് വേരിയൻസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, വേരിയൻസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണ് വേരിയൻസിൻ്റെ നമ്മൾ എന്തെടുക്കണം? സ്ക്വയർ റൂട്ട് എടുക്കണം എന്നുള്ളതാണ്. സോ ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഇസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇപ്പോൾ വേരിയൻസ് ഒരു 36 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 36. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര വരും? 6. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്, വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6 ആണെങ്കിൽ 6 സ്ക്വയർ ആണ് വേരിയൻസ്, ദാറ്റ് ഇസ് 36. ക്വാർട്ടൈൽ ഡീവിയേഷനെ നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് അല്ലെങ്കിൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുകൂടി വിളിക്കാറുണ്ട്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് മീൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് മീൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻസിലേക്ക് വരുമ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് Q3 - Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. ആൻഡ് കോഎഫിഷ്യൻ്റ് ആണ് എങ്കിൽ Q3 - Q1 ഡിവൈഡ് ബൈ Q3 + Q1 ആണ്. സോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുകൂടി ഏതൊക്കെയാണ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളത് നോട്ട് ചെയ്യണം. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇൻക്ലൂഡ്സ് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. ഓക്കെ, നൗ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ആഡിങ് ഓർ ഡിഡക്റ്റിംഗ് കോൺസ്റ്റന്റ് ഈച്ച് വാല്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഒരു ഡേറ്റ സെറ്റിൻ്റെ വാല്യൂ തന്നിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇപ്പം ഈ പറഞ്ഞല്ലേ മീഡിയൻ ഇത്രയാണ്, മീൻ ഇത്രയാണ്, അല്ലെങ്കിൽ റേഞ്ച് ഇത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് തന്നിരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഡേറ്റ സെറ്റിലുള്ള എല്ലാ ഡേറ്റയുടെയും വാല്യൂ, എല്ലാ വാല്യൂസും ഒരു 5 വെച്ച് കൂടി അല്ലെങ്കിൽ 5 വെച്ച് കുറഞ്ഞു, ഈ തരത്തിൽ നമ്മളോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പുതിയ മീൻ എത്രയായിരിക്കും, അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? സോ അതാണ് ഇവിടെ പറയുന്നത്. The median, mean and quartiles will be changed by adding or deducting constant to each value. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയുക, മീഡിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോട്ടെ മീൻ എന്ന് പറയുന്നത് 30 ആയിരുന്നു എന്ന് വിചാരിക്കുക. നമുക്കൊരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട് ആൻഡ് നമ്മളോട് പറയാണ് ഈ ഡേറ്റ സെറ്റിൻ്റെ
മീൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടുന്നത്. ആൻഡ് ഇൻഡിവിജ്വലി ഈ ഡേറ്റയുടെ എല്ലാം വാല്യൂ 5 വെച്ച് കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ മീൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഴയ മീനിനോട് ജസ്റ്റ് ഒരു 5 ആഡ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പറയുന്നത് ബൈ ആഡിങ് ഓർ ഡിഡക്റ്റിംഗ് കോൺസ്റ്റന്റ് ടു ഈച്ച് വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പുതിയ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസിൻ്റെ ഒക്കെ കേസസിലാണ് എങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് ഒരു 5 എന്ന് പറയുന്ന വാല്യൂ എല്ലാത്തിനോടും കൂട്ടി എന്നുള്ളത് തന്നെയാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര തന്നെയായിരിക്കും, 40 ആയിരിക്കും. അപ്പം റേഞ്ചിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും വേരിയൻസിൻ്റെയും കേസിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ മീഡിയൻ, മീൻ, ക്വാർട്ടൈൽസിൻ്റെ കേസസിൽ എന്ത് ചെയ്യും, വാല്യൂസ് ചേഞ്ച് ചെയ്യും. അത് അതേ വാല്യൂ നിങ്ങൾ ആ മീനിനോടോ മീഡിയനോടോ അല്ലെങ്കിൽ ക്വാർട്ടൈൽസിനോടോ ആഡ് ചെയ്താൽ മതി. അതല്ല വാല്യൂ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അതേ വാല്യൂ കുറച്ചാൽ മതി. ഓക്കെ, and now relative മെഷേഴ്സുകളിൽ എന്തൊക്കെയാണുള്ളത്? റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻസ് ആർ യൂസ് ടു കമ്പയർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 or more ഡേറ്റ സെറ്റ്സ്. അപ്പോൾ പൊതുവെ കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേറ്റീവ് മെഷേഴ്സുകൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് യൂണിറ്റ്സ് ഇല്ല. നമ്മൾ ഇത്ര യൂണിറ്റിലായിരിക്കില്ല ആൻസർ പറയുന്നത്. ലൈക്ക് നമ്മുടെ എന്താണ് പറയുന്നത്, അബ്സല്യൂട്ട് മെഷേഴ്സിന് യൂണിറ്റ്സ് ഉണ്ട്, പക്ഷേ റിലേറ്റീവ് മെഷേഴ്സിന് യൂണിറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, അതായത് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ എല്ലാം കോഎഫിഷ്യൻസുകളാണ് നമ്മൾ റിലേറ്റീവ് മെഷേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടറിയാം മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അബ്സല്യൂട്ട്, റിലേറ്റീവ്. ആൻഡ് അതിനുള്ളിൽ വരുന്നത് ഏതാണെന്ന് കൂടി പഠിച്ചു വയ്ക്കുക. കാരണം നെക്സ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മേ ബി അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഈ കോൺസ്റ്റൻസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്ന ആ കേസ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഏതൊക്കെ വരും? മീൻ ഡീവിയേഷൻ വരും, റേഞ്ച് വരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരും, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വരും. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വരുമോ? ഒരിക്കലും ഇല്ല. സോ A, B, C, D. യെസ്, സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ഡി. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. സോ ഇതുപോലെ തന്നെ നിങ്ങൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഇതേ ഒരു ഫോക്കസിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സോ ദാറ്റ് നമുക്ക് അടുത്തൊരു എക്സാമിന് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.